നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഈ ഭൂമിയെ നിലനിർത്തുന്ന ഒരൊറ്റ രാസപ്രവർത്തനത്തോട് നന്ദി പറയാം. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായ ആ ഒരൊറ്റ അത്ഭുതത്തെക്കുറിച്ചാണ്: പ്രകാശ സംശ്ലേഷണം. ഇത് വെറും ചെടികളെക്കുറിച്ചുള്ളൊരു കാര്യമല്ല, ഇത് നമ്മളെക്കുറിച്ചാണ്, നമ്മുടെ എല്ലാം നിലനിൽപ്പിന്റെ കഥയാണ്. ഇതൊരു തമാശ ചോദ്യം പോലെ തോന്നുന്നുണ്ടോ? എവിടെ നിങ്ങൾ? എവിടെ ഒരു കൂറ്റൻ മരം? പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലൂടെ നടന്നുപോയൊരു ദിനോസർ. എന്താവും ഇവർക്കെല്ലാം പൊതുവായുള്ളത്? ഈ ചോദ്യം മനസ്സിൽ വെച്ചോളൂ, ഉത്തരം നമ്മൾ വഴിയെ കണ്ടെത്തും. അപ്പോൾ എന്താണ് ഈ പ്രകാശ സംശ്ലേഷണം? വളരെ ലളിതമായി പറഞ്ഞാൽ, സൂര്യപ്രകാശത്തെ ഭക്ഷണമാക്കി മാറ്റുന്ന ഒരുതരം മാന്ത്രിക വിദ്യയാണിത്. സസ്യങ്ങൾ വെറും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ച് തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട ഊർജം, അതായത് പഞ്ചസാര, ഉണ്ടാക്കിയെടുക്കുന്നു. അത്രയുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇത് വെറുതെ ഒരു ചെടിയുടെ ഇലയിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യമല്ല, അല്ലേയല്ല. ഇത് നമ്മുടെ ഭൂമിയെ മുഴുവൻ ചലിപ്പിക്കുന്ന ഒരു ഭീമൻ പച്ച എഞ്ചിൻ പോലെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വെറും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഏതൊരു ഭക്ഷണത്തിന്റെയും ഊർജത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. രണ്ട്, നമ്മളിപ്പോൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഓരോ ശ്വാസത്തിലെയും ഓക്സിജൻ ഈ പ്രക്രിയയുടെ ഒരു ഉപോൽപ്പന്നമാണ്. ശരിക്കും അവിശ്വസനീയമല്ലേ? അപ്പോ എങ്ങനെയാണ് ഈ വലിയ ഫാക്ടറി പ്രവർത്തിക്കുന്നത്? നമുക്കിതിനെ ഒരു പാചകവിധി എന്ന് വിളിക്കാം, അല്ലേ? ജീവന്റെ പാചകവിധി. ഇതിനെന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചേരുവ കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് നമുക്ക് ചുറ്റുമുള്ള വായുവിലുണ്ട്. സസ്യങ്ങൾ അവയുടെ ഇലകളിലുള്ള വളരെ ചെറിയ സുഷിരങ്ങൾ വഴി ഇത് അകത്തേക്ക് വലിച്ചെടുക്കുന്നു. രണ്ടാമതായി വേണ്ടത് വെള്ളമാണ്. വളരെ സിമ്പിൾ. ഇത് ചെടികൾ അവയുടെ വേരുകൾ ഉപയോഗിച്ച് മണ്ണിൽ നിന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുന്നു. എന്നാൽ ഈ രണ്ട് ചേരുവകളും മാത്രം പോരാ. ഈ പാചകം തുടങ്ങാൻ ഒരു തീപ്പൊരി വേണം. ആ തീപ്പൊരിയാണ് സൂര്യപ്രകാശം. ഈ ഊർജമില്ലാതെ ഒന്നും നടക്കില്ല. ഇതാണ് എല്ലാത്തിനും തുടക്കമിടുന്നത്. ഇതാണ് ആ മാന്ത്രിക സമവാക്യം. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. ഇടതുവശത്ത് നമ്മുടെ ചേരുവകൾ കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, പിന്നെ സൂര്യനിൽ നിന്നുള്ള ഊർജം. ഇനി വലതുവശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. അതാണ് അത്ഭുതം. ഈ സാധാരണ ചേരുവകൾ ജീവന്റെ ഇന്ധനമായ ഗ്ലൂക്കോസ്, അതായത് പഞ്ചസാരയും, പിന്നെ നമുക്കെല്ലാവർക്കും ജീവിക്കാൻ വേണ്ട പ്രാണവായുവായ ഓക്സിജനായും മാറുന്നു. ശരി, ഇനി നമുക്ക് ഈ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് ഒന്ന് സൂം ചെയ്തു നോക്കിയാലോ. ഈ അത്ഭുതകരമായ പ്രവർത്തനം യഥാർത്ഥത്തിൽ എവിടെയാണ്, എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓരോ ചെടിയുടെയും ഇലകളിലെ കോശങ്ങൾക്കുള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് എന്നു പേരുള്ള അതിസൂക്ഷ്മമായ ഭാഗങ്ങളുണ്ട്. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് തന്നെ ഇവയാണ്. ഈ കുഞ്ഞൻ ക്ലോറോപ്ലാസ്റ്റുകളാണ് യഥാർത്ഥ ഫാക്ടറികൾ. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഈ ഫാക്ടറിക്ക് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് രണ്ട് അസംബ്ലി ലൈനുകൾ എന്ന് പറയാം. ആദ്യത്തേത് പ്രവർത്തിക്കാൻ പ്രകാശം കൂടിയേ തീരൂ. രണ്ടാമത്തേതിന് പ്രകാശത്തിന്റെ നേരിട്ടുള്ള ആവശ്യമില്ല. ഈ രണ്ട് ഘട്ടങ്ങളെ ഒരു റിലേ ഓട്ടം പോലെ നമുക്ക് കാണാം. ആദ്യഘട്ടത്തിൽ സൂര്യപ്രകാശം ഉപയോഗിച്ച് വെള്ളത്തെ വിഘടിപ്പിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഓക്സിജൻ പുറത്തുവരുന്നു. അതോടൊപ്പം ATP, NADPH എന്നിങ്ങനെയുള്ള ചെറിയ എനർജി പാക്കറ്റുകളും നിർമ്മിക്കപ്പെടുന്നു. ഇനി രണ്ടാം ഘട്ടത്തിൽ ഈ എനർജി പാക്കറ്റുകൾ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്ത് അതിനെ പഞ്ചസാരയാക്കി മാറ്റുന്നു. ചുരുക്കി പറഞ്ഞാൽ, ആദ്യഘട്ടം ബാറ്ററികൾ ചാർജ് ചെയ്യുന്നു, രണ്ടാം ഘട്ടം ആ ബാറ്ററി ഉപയോഗിച്ച് ഭക്ഷണമുണ്ടാക്കുന്നു. സിമ്പിളല്ലേ? നമ്മളിപ്പോൾ ഒരു കോശത്തിന്റെ ഉള്ളിലെ വളരെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് കണ്ടത്. ഇനി നമുക്ക് വീണ്ടും പുറകോട്ട് വരാം. ഈ ചെറിയ പ്രവർത്തനം കൊണ്ട് ലോകത്തിന് മൊത്തത്തിൽ എന്ത് പ്രയോജനമാണുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെയൊക്കെ ആകെത്തുക എന്താണ്? 1. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. 2. ഭൂമിയിലെ ഒട്ടുമിക്ക ഭക്ഷ്യശൃംഖലകളുടെയും അടിത്തറ. 3. നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കാർബൺ വലിച്ചെടുക്കൽ. ഏറ്റവും പ്രധാനമായി, ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്ന ഒരേയൊരു അടിസ്ഥാന ഊർജ്ജ സ്രോതസ്സ്. അതെ, ഇതാണ് ഏറ്റവും നിർണായകമായ കാര്യം. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തെ നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്ന ഒരേയൊരു പ്രക്രിയയാണിത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഓർമ്മയുണ്ടോ? നിങ്ങൾക്കും മരത്തിനും ദിനോസറിനും പൊതുവായുള്ളത് എന്താണെന്ന്? ഇതാണ് ഉത്തരം. ആ ദിനോസറിന് ഊർജ്ജം കിട്ടിയതും ആ മരം നിലനിൽക്കുന്നതും നിങ്ങൾക്കിപ്പോൾ ഇത് കേൾക്കാൻ ഊർജ്ജം കിട്ടുന്നതും ഈ ഒരൊറ്റ പ്രക്രിയയിൽ നിന്നാണ്. അതിശയമായി തോന്നുന്നില്ലേ? ഒരു ഇലയുടെ ഉള്ളിലെ ഈ കുഞ്ഞൻ ഫാക്ടറിയാണ് നമ്മുടെ ലോകം മുഴുവൻ ചലിപ്പിക്കുന്നത്. ആ പച്ച എഞ്ചിന്റെ വേഗത ഒന്ന് കുറഞ്ഞാൽ എന്തു സംഭവിക്കും? ഈ ഒരു ചോദ്യത്തോടെ ഞാൻ നിർത്തുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ.